അടിപൊളിയായിട്ടാണല്ലോ വരുന്നേ. ആശുപത്രി തന്നെ പോവാണോ നമ്മള്? നമ്മൾ ആശുപത്രി തന്നെയാണോ പോകുന്നേ? ബെൽറ്റ് കെട്ടാൻ പറ സാരി. എവിടെ പോവാ? സൂപ്പർ സാരി ഒക്കെ എടുത്തിട്ട് ടോപ്പില്. സജിനിക്ക് എന്നാ പറ്റി? ആണോ? ഏതാശുപത്രിയിലാ? എങ്ങനെ പോവാനാ? ഒരു തങ്ങളുടെ കാറിന് പോകാം. എല്ലാരും ഉണ്ടോ? നിങ്ങളൊക്കെ പോരുന്നുണ്ടോ? ഞാൻ അറിഞ്ഞില്ല. എല്ലാരും ഉണ്ട്. തങ്കമണി പോരുന്നുണ്ട്, ചേച്ചി പോരുന്നുണ്ട്, പിന്നെ ചിന്നു പോരുന്നുണ്ട്, ബിന്ദു പോരുന്നുണ്ട്. അവിടെ പോരും. ബിന്ദു എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ല. ഞാൻ ബിന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ. ഞാൻ എളുപ്പം വരാം. ശരി ശരി. എനിക്കൊന്ന് കാണാൻ പോകണം. ഹലോ ബിന്ദു. ഇവിടെ അമ്മണി ചേച്ചിയൊക്കെ സജിനിയെ കാണാൻ പോകുന്നു. ബിന്ദു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ബിന്ദു. എൻ്റെ ബിന്ദു എന്നാൽ ഞാനും വരുന്നുണ്ട്. പോവല്ലേ, എനിക്ക് സജിനിയെ ഒന്ന് കാണണമായിരുന്നു. പോവല്ലേ, ഞാനും വരുവാണ്. അവിടെ നിൽക്കാൻ ഇപ്പോൾ വരാവേ. സതിയമ്മ വരുമെന്ന് ബിന്ദു ചേച്ചി ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതാണ് സതിയമ്മയും കൂടെ വരട്ടെ. ശകലം താമസിച്ചാലും സാരമില്ല. ആണ്ടതേ സതിയമ്മയല്ലേ ഇതേ വരുന്നല്ലോ. വന്നു കഴിഞ്ഞല്ലോ. എവിടെയാലും പോയിട്ട് വരുമായിരുന്നു. ഞാൻ കൊച്ചിൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണ് അമ്മ ചേച്ചിയെ കണ്ടത്. അപ്പം ചോദിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് വരുവാന്ന് പറഞ്ഞത്. ഏതായാലും ഡ്രസ്സൊന്നും ഒരുങ്ങി വന്നത് കൊണ്ടേ അമ്മ ചേച്ചിയെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബിന്ദുവിനെ വിളിച്ച് പോകട്ടെന്ന് പറയാൻ. ചേച്ചി ഇപ്പോൾ വിളിച്ച് പറഞ്ഞു സതിയമ്മ ഇപ്പോൾ വരുമെന്ന്. ബിന്ദു വന്നില്ലേ? ഇപ്പോൾ വരും. ഞാൻ സജിനി വൈദ്യുവാനായിട്ട് ആശുപത്രി കിടക്കുക. അപ്പോൾ ഞങ്ങൾ സജിനിയെ കാണാൻ പോവാണേ. ഇട ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഒന്നുമില്ല, നമ്മൾ കുറച്ച് പേരുള്ളൂ. അപ്പം തങ്കമണി ചേച്ചിയായിട്ടും ചോറ് കൊടുക്കുക. ചോറ് കൊടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. വണ്ടിയെ വന്ന് ഞങ്ങൾ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറും വന്നില്ല, തങ്കമണി ചേച്ചിയും വന്നില്ല. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ സജിനിയുടെ വിശേഷങ്ങൾ കാണിക്കാം. പേർഷിക്കുവോ പറഞ്ഞിട്ട് വാ. ഇപ്പം വേണേ ഒന്ന് പോയിയൊക്കെ വരാൻ രണ്ടുപേർക്കും കൂടെ. തങ്കമണി ചേച്ചി എവിടെ പോവാ? ശശിയേട്ടൻ എവിടെ പോവാ? നിങ്ങളെവിടെ പോവാ? ഈ പുള്ളി വിളിക്കുന്നതിന് അങ്ങ് പോവുക. അത്ര ഒറ്റ പിള്ളേരുമില്ല. ഏതാ ഫോട്ടോ എടുത്തേച്ചേ ഇതിലേക്ക് കൊണ്ട് തരാനായിട്ട് ഒറ്റ പിള്ളേർ നമ്മുടെ പിന്നെ മഴയായിരുന്നു എടുത്തില്ല. ഒരെണ്ണം എടുത്തോളൂ. നിങ്ങൾ പോകുന്നത് ഞങ്ങളെ എല്ലാം കൂടി ഒരെണ്ണം തരുവാ. ബാക്കി പറഞ്ഞ ചാടുന്നില്ല. അപ്പം ഞങ്ങളുടെ എടുത്തോ നമ്മൾ നമ്മുടെ ക്യാമറാമാൻ അതുകാരണം നമുക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. സ്വൈര്യം ഇല്ലാതെ ഇരിക്കുന്നത് വരുവോ അതുമില്ല. ഞങ്ങളുടെ ക്യാമറാമാൻ ആശുപത്രിയാണ്, ഞങ്ങൾക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. അതെന്താ സഹായം ഉണ്ടായിരുന്നു. ആ കൈയായിരുന്നു കിട്ടേണ്ട. കൈ അല്ലേ, ട്രിപ്പ് ഇട്ടേക്കുന്ന കൈയായിരുന്നു കിട്ടേണ്ട. ചിന്നിനകത്തുള്ള സബ്സ്ക്രൈബിനെ പിടിക്കുന്ന ഒറ്റ ചിന്തയുണ്ട്. അറിയുവാ വികലാംഗരല്ല ഇറങ്ങി വരുന്ന നോക്കിയാൽ അത് ചേച്ചി വികലാംഗരല്ല ഇറങ്ങിപ്പോയ. ഈ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ഒരു വഴിക്ക് പോകാമില്ല. പോയാൽ ആ വണ്ടിക്കൂലി മുതലാക്കി ഇതുങ്ങൾ പോരത്തുള്ളൂ. ഇതെല്ലാം മീൻ ചന്തയിലൊക്കെ കയറി മീനും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാത്തിനും കൈ മീൻ എല്ലാം മുതലാക്കിയോ? ഞങ്ങൾ ചെറുപ്പം കൂട്ടിക്കിട്ട് ഇങ്ങനെ കൊടുക്കാറുള്ളൂ. നമ്മുടെ വീട്ടുകാര് തന്നെ കൊടുത്തു മുടിശ്ശേരിന്ന നമ്മൾ കൊടുക്കുക. കൊടുത്തു മുടിശ്ശേരിന്ന നമ്മുടെ വീട്ടുകാര് പറയണ്ട. ബാക്കി വാങ്ങിക്കോ. ബാക്കി വേണ്ടേ? ചേച്ചിക്ക് വേണ്ട, ചിന്നിന് മാത്രമേ ഉള്ളൂ അതൊക്കെ.
ചിന്നൊരു തലമരിയന് കിട്ടിയ ചേച്ചി രണ്ടുപേരും കുഴിക്കുന്ന വയ്ക്കുക. നമ്മുടെ കൂടെ വന്നിട്ട് 2 ഫാമിലിയായിട്ട് വേറെ ഇരിക്കുന്നുണ്ട്. കഴിയുമ്പോഴത്തേക്ക് അരിമാവ് അല്ലേ? രാവിലെ ഓരോരുത്തർ ഉണ്ടാക്കി തന്നെ കൊടുക്കുന്നത്. ചേച്ചി ഫ്രൂട്ടിയൊക്കെ കുടിക്കത്തുള്ളേ, നമുക്ക് മാത്രം ചായ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച് കുടിച്ചാന്ന് തോന്നുന്നല്ലേ? ആണോ? അപ്പം ശരി, കേട്ട് തലയല്ലേ അമ്മടി ചേച്ചി. അപ്പം ഞങ്ങൾ പോവാം. ഞങ്ങൾ സജനയെ കാണാൻ പോയി. സജനയൊക്കെ കണ്ടു. സജനയ്ക്ക് കുറവുണ്ട്. നാളെ കഴിഞ്ഞത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. അപ്പം ആശുപത്രി പോകും വിവരങ്ങളുമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.